നമസ്കാരം. US മാർക്കറ്റുകളെല്ലാം ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.17% പ്ലസ് ആയിട്ടും അതുപോലെ S&P 500 -0.26ഉം നാസ്ഡാക്ക് -0.97ഉം ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സെമി കണ്ടക്ടർ ടെക്നോളജി സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നു. അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഇന്നാണ് വരുന്നത്. ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ അവിടെ ഉണ്ട്. പല അനലിസ്റ്റുകളും 4.2% ആണ് ഇൻഫ്ലേഷൻ അവര് പ്രഡിക്ട് ചെയ്യുന്നത്. ആ 4.2 എന്ന് പറഞ്ഞത് ഒരല്പം മോശമായ ലെവലാണ്. ഫെഡിന്റെയൊക്കെ എക്സ്പെക്ടേഷന് മുകളിലാണ്. അപ്പോൾ ഇന്ന് വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഹോർമൂസിനടുത്ത് അമേരിക്കയുടെ അത്യാധുനിക ഹെലികോപ്റ്ററായ അപ്പാച്ചെ വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെടിവെച്ചിട്ടതാണെന്നും മെക്കാനിക്കൽ പ്രോബ്ലം ആണെന്നും ഒക്കെ ഗ്ലോബൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രംപ് അത് വെടിവെച്ചിട്ടതാണ്, അതിനെതിരെ റീറ്റാലിയേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. ഇതേ തുടർന്ന് ഹോർമൂസിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ബോംബാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്നലെ സൗദി ജൂൺ ഫ്യൂച്ചറിന്റെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറച്ചതും അതുപോലെ US എനർജി സെക്രട്ടറി ഹോർമൂസിലൂടെ ട്രാഫിക് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കമന്റ് കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞതാണ്. $87-88 വരെയൊക്കെ വന്നതാണ്. ഇന്നിപ്പോ ഈ ഹെലികോപ്റ്റർ തകർന്നതുമായിട്ടുള്ള ഇഷ്യൂവിനെ സംബന്ധിച്ച് വീണ്ടും $3-4 ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും യുദ്ധം നിർത്തി അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുമ്പ് ഒരു 3 ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്യും എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ വന്നിരുന്നു. ഇറാന്റെ ഒരു പ്രപ്പോസൽ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനിടയ്ക്കായിരിക്കാം ഈ സംഭവം നടന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പോസിറ്റീവായ വാർത്തകൾ വന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് വളരെയധികം നല്ലതാണ്. ഇപ്പൊ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെയൊക്കെ രക്ഷപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ് ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ വരുന്ന ഡേറ്റാസ് ഒക്കെ പോസിറ്റീവാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റീവായിട്ട് വരുന്ന ഡേറ്റ 0.7% ആണ് GDP-യുടെ. ഇത് RBIയുടെ ഒക്കെ എക്സ്പെക്ടേഷൻ അനുസരിച്ചാണ്. ഈ ഹോർമോസിന്റെ ഈ അൺസർട്ടനിറ്റിക്ക് ഇടയിലും ഇത് ഈ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുന്നത് വളരെ പോസിറ്റീവാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ എക്സ്പോർട്ട് വളരെയധികം വർദ്ധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. 43.56 ബില്യൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവാണ്. അതുപോലെ ഗ്ലോബൽ ഫണ്ട് ഇന്ത്യൻ ഇൻഡെക്സിലേക്ക് ഏതാണ്ട് 4490 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് ഏതാണ്ട് ജൂൺ 25 കഴിഞ്ഞുള്ള ഏറ്റവും വലിയ ഡേറ്റയാണ്. ഇതൊക്കെ വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ സ്പെക്ട്രത്തിന്റെ ചാർജുമായിട്ട് ബന്ധപ്പെട്ട കേസ് അത് റദ്ദാക്കിയിരുന്നു. അത് ഭാരതി എയർടെലും അതുപോലെ ഐഡിയ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ ഫിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. 6.4%ലേക്കാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. അതുപോലെ ട്രംപ് H1B വിസ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് അമേരിക്കൻ കോടതി റദ്ദാക്കിയിട്ടുണ്ട്. IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള ഡേറ്റയാണ്. ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ചൈനയുടെ ഇൻഫ്ലേഷൻ ആണ്. ഇപ്പോൾ വന്നിട്ടുണ്ട്. 4-year ഹൈ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി USന്റെ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. SBI സൺഫാർമയുടെ ഏറ്റെടുക്കലിന് ഓർഗാനോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റെടുക്കുന്നതിന് ഗ്ലോബൽ ബാങ്കിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.